ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇക്കാക്ക് ഒരു 8ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ ഇക്കാനും ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എത്ര മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വരും എന്ന് ചോദിച്ചപ്പോൾ 6 മണിക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഫൈഹയും പറഞ്ഞു ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, 6 മണിയാകുമ്പോൾ വരുമോ എന്ന് വെച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക് വന്നപ്പോൾ 6:45 കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട് വരെ ഒന്ന് പോകണം, ഒരു സാധനം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സാധനം? ഞാൻ പറഞ്ഞു ചക്ക. ചക്ക കൊടുക്കാനായിട്ട് മാള വരെയും പോവേ, നീ എന്തി പറയണേ ഈ രാത്രിയാന്ന് വെച്ചു. പിന്നെ ഞാനും ഫൈഹ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി എടുത്ത വീഡിയോ ആണിത്. അവിടെ എവിടെയോ ഒരു അമ്പലത്തിൽ ഉത്സവം എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്പലം എവിടെയെന്ന് മാത്രം ഞാൻ കണ്ടില്ല. വഴി നീളെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു, ആളുകളൊക്കെ കുറച്ചൊക്കെ നടന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്പലം കാണാൻ പറ്റിയില്ല, ഉള്ളിലേക്ക് എവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഫൈഹാക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഫൈഹ ഇടയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ കയറാൻ നേരത്ത് ഇക്കാകെ എന്തോളം വഴക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിണക്കത്തിൽ ആൾ മിണ്ടുന്നുണ്ടായിരുന്നില്ല, മിണ്ടാതെ ഇരുന്ന് ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഉറങ്ങിപ്പോയി. വർത്താനം പറഞ്ഞാൽ മാത്രമേ അവൾ ഉറങ്ങാണ്ടിരിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടും ആൾ നോ രക്ഷ, മിണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്കാക്ക് പറഞ്ഞ് ലേസ് വാങ്ങിയാലോ നമുക്ക് കടയിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം എഴുന്നേറ്റ് ചിരിയും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടാ. പിന്നെ ഞങ്ങൾ ലേസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല, അങ്ങനെ തൊട്ടടുത്ത് കണ്ടൊരു കടയിൽ നിർത്തിയിട്ട് അവൾക്ക് ലേസ് മതി തൊട്ട് ലേസ് വാങ്ങിച്ചു. പിന്നെ ആങ്ങളുടെ മക്കളുണ്ട്, അപ്പോൾ അവർക്ക് മിഠായി എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇക്കാകെ എന്തോ കിൻഡർ ജോയോ എന്തോ വാങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ വണ്ടി കയറി പോകാൻ പോയി. ഞാനിപ്പോൾ അവർ കടയിൽ കയറിയ സമയത്ത് അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുത്തതാണിത്. പിന്നെ എന്താണ്, പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ മതിയാവും. പക്ഷേ ആലുവ കഴിഞ്ഞ് അത്താണി എത്തുന്ന വരെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാളയ്ക്ക് പോണ വഴി അത്താണി കഴിഞ്ഞ് ചെങ്ങമനാടൊക്കെ കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ പോരാൻ പറ്റും. ഇന്നെന്തോ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അമ്പലത്തിലെ ഉത്സവമൊക്കെ കാരണമായിരുന്നു ഈ വഴിയിൽ കുറച്ച് വണ്ടികളൊക്കെ തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പതുക്കെ പോന്നിട്ട് ഇടയിൽ കൂടി 2 വീലർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉള്ളിൽ കൂടിയൊക്കെ കയറി പോരാൻ പറ്റുമല്ലോ, അങ്ങനെ പോന്നു. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞൊന്നുമില്ലായിരുന്നു ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ ഉമ്മിച്ചിയാണെങ്കിൽ 2-3 ദിവസമായിട്ട് ചക്ക നോക്കിയിരിക്കുകയാണ്. താങ്കളെ വന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവന് സമയം കിട്ടിയില്ല വന്ന് വാങ്ങാനായിട്ട്. ഇന്നും കൂടി കൊടുത്തില്ലായിരുന്നു, ഞാൻ ചീത്തയായി പോവും. ഞാൻ പിന്നെ ഒരെണ്ണം മുറിച്ച് എല്ലാവർക്കും കുറേശ്ശൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇനിയൊരു പാത്രത്തിലിട്ട് ഉമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിക്കും ആവശ്യക്കും അതെ കേട്ടോ. ചക്ക എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. പിന്നെ അപ്പോൾ അതെന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴി, മാള പോലീസ് സ്റ്റേഷന് മുമ്പ് തിരിയാട്ടത്. ഇവിടെ നിന്ന് ഈ വഴി ഇനി അങ്ങോട്ട് ഇവിടെയൊക്കെ കുറച്ച് വെട്ടമുണ്ട്, പാടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെട്ടമില്ല കേട്ടോ, റോഡൊന്നും ശരിയായി വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഈ വഴി ഫുള്ളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തത്. പക്ഷേ ഇടയിൽ പോസ് മാറ്റി പ്ലേ ആക്കാൻ മറന്നുപോയി, കുറച്ചേ എടുത്തുള്ളൂ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രേഖാചിത്രം മൂവിയിലൊരു വീടില്ലേ, ആ വീടാണ് കേട്ടത്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ റോഡ് പാടത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ആവും. പിന്നെ കട്ടയൊന്നും ഇടാത്ത സാധാ മണ്ണ് റോഡാണ്. അവിടെ കട്ട വിരിക്കാൻ വേണ്ടി കഴിഞ്ഞ കൊല്ലം കുറേ കല്ലും മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഇക്കാകെ വീടെത്താറായി കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി. ഫൈഹ പറഞ്ഞ് ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കട്ടെ അപ്പോൾ അവിടെ നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ ഇറങ്ങിയിട്ട് പതുക്കെ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അവർ പിള്ളേർ 2 പേരും എറാത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഓടിപ്പോയത്. അപ്പോൾ അവർ കളിയാക്കി എന്താണൊക്കെ പറയും, ദേ ഉമ്മി അബ്ബ വന്ന് സുട്ട വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഉള്ളിലിരിക്കുന്നവർ ഇവർ കളിയാക്കണമെന്ന് വെച്ചിട്ട് ആദ്യം മൈൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഇവൾ ഓടിച്ചെന്ന് കയറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ച് അവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞു. ഉമ്മിച്ച് പിന്നെ എന്തോ പുട്ട ബീഫ് കറി എന്താണ്ടൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കി അതൊക്കെ കൊടുത്ത്. പിന്നെ ഫൈഹാക്കാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പോരാനിറങ്ങുമ്പോൾ ഫൈഹാക്ക് അപ്പം സങ്കടം വരും, ഫൈഹാക്ക് വന്നെന്ന് പറയും. അപ്പം ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് നാളെ ഒരു ദിവസമല്ല സ്കൂളിൽ പോട്ടെ, ശനി ഞായർ മദ്രസയൊന്നും ഇല്ലല്ലോ, ഞാനിവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാൻ റെഡിയായി പുള്ളിക്കാരി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരിക്ക് വിഷമമായി. പിന്നെ ഉമ്മച്ചിക്ക് അത്ഭുതം പോലെ, ഉമ്മച്ചി പറഞ്ഞ അല്ലാ എന്താ ഈ സമയത്ത് വന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണ്ടേ. ആകെ ഒരു ഇച്ചിരി ചക്കയാണ്, അത് കൊടുക്കാനായിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മണിക്കൂർ. ഞങ്ങളിവിടുന്ന് 7 മണിയാവാറായി പോയിട്ട് ഒരു 9:30 ആയപ്പോൾ തിരിച്ചെത്തിയിട്ടാ.
അതേ സമയമൊന്നും ഇരുന്നില്ല, ഒരു അരമണിക്കൂർ കൂടിപ്പോയാൽ വീട്ടിലിരുന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഉമ്മിച്ച് പിള്ളേരൊക്കെ പുന്നാരിച്ച് അവിടെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തി. അവിടെ പോരാ നിർത്തി ഫയാക്ക് ഭയങ്കര വിഷമമായിരുന്നു. ടാറ്റയൊക്കെ തരാൻ പറഞ്ഞ് ടാറ്റയൊക്കെ തന്ന്. എന്നാലും ഞാൻ സമാധാനിപ്പിച്ച് മോന് വിഷമമായാൽ നാളെ ഉമ്മീനെ വിളിച്ച് ഉമ്മയൊന്ന് കൊണ്ടുവന്നോളാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും ചക്ക ഉണ്ടായിരുന്നുള്ളൂ. ഈ ചക്ക കൊടുക്കാനാണ് ഞാനീ പോയത്. പിന്നെ ഇത് ഉമ്മിച്ച് പുട്ടുണ്ടാക്കണ ഇതാണ് കേട്ടോ. പുട്ട് ഇച്ചിരി ബീഫ് അങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അത് കറിയാക്കി അത് ഇതാക്കി. അതായത് ഉമ്മച്ചിക്ക് വീട്ടിൽ ഞാൻ ചെന്നിട്ട് പോരുമ്പോൾ പ്രശ്നമില്ല, ഇക്കാക വന്നു കഴിഞ്ഞാൽ ഇക്കാക്കൊന്നും കൊടുക്കാണ്ട് വിടുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഒപ്പിച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങളിതേ പോരാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഞാനും ഇക്കാക വേണ്ടി ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഫൈഹാക്ക് വിഷമത്തിൽ ടാറ്റ തരാണ്ടിരിക്കണേണ്. പിന്നെ അവർ നിർബന്ധിച്ച് ടാറ്റയൊക്കെ തന്ന് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോന്നു. വീട്ടിൽ വന്നിട്ടാണെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവളങ്ങനെ വിഷമിച്ചിരിക്കണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതായിരിക്കും. പിന്നെ ആങ്ങളുടെ മോള് സമ്മതിക്കും, അവളും കരച്ചിൽ ഫൈഹാനെ കൊണ്ടുപോകലേ പൊന്നൂടെ നിൽക്കട്ടെ എന്നും